വിഷ്ണു വിശാൽ ഐശ്വര്യലക്ഷ്മി പ്രധാന വേഷത്തിലെത്തുന്ന ഘട്ടഗുസ്തി 2 ഹൗസ് ഹസ്ബൻഡ് ലിറിക് വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടുവെക്കാൻ വാ, എന്ത് സോങ് ആണെന്ന്. Yes, വിഷ്ണു വിശാൽ studios. Released by വിഷ്ണു വിശാൽ വിക്കാരിന്റെ ഗണേഷ്. വിഷ്ണു വിശാൽ പ്രൊഡ്യൂസേഴ്സ് കുറെ ഉണ്ട് കേട്ടോ. ഘട്ടഗുസ്തി സെക്കൻഡ് റൗണ്ട് ഹൗസ് ഹസ്ബൻഡ് ആണ്. സോഷ്യൽ മീഡിയ പാട്ട് പോലെ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സീൻ റോൾ മ്യൂസിക്കൽ. സത്യൻ മഹാലിംഗാണ് സിംഗർ. സീൻ റോൾ ടൈപ്പ് പാട്ട്. ഹൗസ് ഹസ്ബൻഡ്. ആക്ച്വലി വിഷ്ണു വിശാലിന്റെ ആ ഒരു ഗെറ്റപ്പ് കാണുമ്പോ ഈ സീരിയൽ നായകന്മാരുടെ ഗെറ്റപ്പ് പോലെയാണെന്ന് തോന്നുന്നത്. അതായത് തമിഴ് സീരിയലിലെ ഈ ട്രോൾസ് അല്ലെങ്കിൽ തമിഴ് സീരിയൽ കുറച്ചൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. തമിഴ് സീരിയലിലെ മിക്ക നായകന്മാർ ഇതുപോലെ ഫുൾ താടിയും വെച്ച് ഇതുപോലെ ഒരു എന്താ ഒരു ആർട്ടിഫിഷ്യൽ ടൈപ്പ് അതുപോലെയാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. അത് സിനിമയിലായതുകൊണ്ട് തോന്നുന്നെന്ന് അറിഞ്ഞുകൂടാ, അത് മേക്കപ്പിന്റെ ഒരു വിഷയമാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓവർ മേക്കപ്പും ഓവർ എന്തോ മേക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന പോലെ. ഹൗസ് ഹസ്ബൻഡ് ആണെന്നാണ് പാട്ടിന്റെ പേര്. ഇതിൽ ഹൗസ് ഹസ്ബൻഡും കൂടെ തന്നെയാണ് വിഷ്ണു വിശാല്. കാരണം ഐശ്വര്യലക്ഷ്മിയും സ്വപ്നത്തിന് പിറകെ പോകുന്ന ഒരു നായിക, ഒരു ഭാര്യയായിട്ടാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ചില വീഡിയോ ഒരു വെറൈറ്റി ഉണ്ട്. ഫേസ്ബുക്ക് ഇമോജിനി എല്ലാം വരുന്നുണ്ട്. ലിറിക്സ് മോഹൻ രാജിനാണ് ലിറിക്സ് കേൾക്കാം. കേരള DOP എഡിറ്റർ ഭരത് വിക്രമൻ, പാല്, ആട്ടം ജയചന്ദ്രൻ, ഒരു വീട്ടിലെല്ലാം വരുന്നുണ്ട്. യോഗ ഇല്ലുമിനാറ്റി ഇതിൽ കുറച്ച് നെഗറ്റീവ് വരും, കോമഡി ടൈപ്പ്. ആൾ മിസ് കുറവാണ്. ആക്ച്വലി ഇതൊരു കോമഡി ടൈപ്പ് പാട്ടാണ്. അത് ആ ടൈറ്റിലിന്റെ പേര് കാണുമ്പോഴേ മനസ്സിലാവും ഹൗസ് ഹസ്ബൻഡ് എന്നാണ്. നൈസ് നമ്പർ അറിയാത്ത പോലെ വാങ്ങി വീട്ടിലെ മെമ്പർ ആയിടുക വിഷ്ണു വിശാല്. ഇത് ആ ഒരു നാട്ടിൻപുറത്ത് ആ ഒരു സമയത്ത് വിഷ്ണു വിശാലിലെ നായിക, അതായത് ഐശ്വര്യലക്ഷ്മി അങ്ങ് പോകുമ്പോൾ ഒരു കോമഡി ആയിട്ട് ഒരു പാട്ട് വരാനുള്ള സാധ്യതയാണ്. ഇത് ഹ്യൂമർ ആയിട്ടുള്ള ഒരു പാട്ട്. സൂപ്പറാണ്. ആ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് കൊണ്ട് ഹൗസ് ഹസ്ബൻഡ് ഗണേഷ് വിഷ്ണു വിശാൽ ചെല്ല അയ്യാവാണ് നടക്കാൻ പെട്ടെന്ന്. പാട്ട് കൊള്ളാൻ ഒരു കോമഡി ടൈപ്പ് പാട്ടാണ്. അതാണ് പാട്ടിന്റെ പേരും വരുന്നത് ഹൗസ് ഹസ്ബൻഡ് എന്ന്. അപ്പൊ ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇവര് ഞാൻ പറഞ്ഞില്ലേ ഐശ്വര്യലക്ഷ്മി ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കോമഡി ആയിട്ടൊരു പാട്ട്, അതിലൊരു ഫണ്ണായിട്ട് മറ്റുള്ള വീട്ടിലുള്ള മെമ്പർ അയൽപ്പക്കത്തെ ആന്റിമാരോടൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഒരു ഹൗസ് ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്യും വീട്ടിലെ ജോലി അതൊക്കെ, പിന്നെ സമയം പോക്കിന് യൂട്യൂബ് ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നു ബാക്കിലൊക്കെ ഈ ഫേസ്ബുക്കിന്റെ ഇമോജി തംസപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നല്ല പടം വരാനാണ് സാധ്യത കൂടുതൽ. ഒരു എന്റർടൈനർ, അതിലുപരി ഒരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു പടം കൂടെ ആയിരിക്കും ഈ ഘട്ടഗുസ്തി 2 സെക്കൻഡ് റൗണ്ട് ആയിട്ട് വരുന്നത്. പാട്ടും കൊള്ളാം. സീൻ റോൾഡാന്റെ
ഒരു പാട്ടെന്ന് തന്നെ അതിലൊരു ടൈലർ മെയ്ഡ് പാട്ട് പോലെ തന്നെയാണ് അതിൽ വരുന്നത്. കാരണം സീൽ റോളിന് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് പുള്ളിക്കാരന്റെ, പ്രത്യേകിച്ച് ഇതുപോലെ ഹ്യൂമർ ചേർന്ന് വരുന്ന പാട്ടുകളിലൊക്കെ. അതുപോലത്തെ ഒരു ടിപ്പിക്കൽ പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു പാട്ട് തന്നെയാണ് ഹൗസ് ഹസ്ബൻഡ്. ആൻഡ് വിഷ്ണു വിശാലും എനിക്ക് തോന്നുന്നു ഒരു ബ്ലോക്ക് ബസ്റ്റർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപാട് നാൾക്ക് ശേഷം റെഡ് ജെയിൻസും ഈ മൂവി എത്തിക്കുന്നുണ്ട്. പിന്നെ തളപതി വിജയ് ടി.വി.ക്ക് ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ റെഡ് ജെയിന്റ് ആ ഒരു സമയം കണ്ടെത്തുന്നു. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എത്രയോ പടങ്ങൾ റെഡ് ജെയിന്റ് ഇപ്പൊ ഇറങ്ങേണ്ടതാണ്, ബട്ട് ഇപ്പോ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു പടം റിലീസ് ചെയ്യുന്നത്. അത് ഭരണം മാറിയപ്പോ ആ ഒരു പവർ അവരുടെ കയ്യിൽ നിന്നും മാറി എന്നാണ് ഇതിനോടൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഹ്യൂമർ കലർന്ന ഒരു പാട്ട് തന്നെയാണ്, നല്ലൊരു പാട്ട്. ഹൗസ് ഹസ്ബൻഡ് എന്നാണ് പാട്ട് ടൈറ്റില്. പടം ഐശ്വര്യലക്ഷ്മി ഇതിൽ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കാരണം സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഈ സിനിമ ഐശ്വര്യലക്ഷ്മിക്ക് വേണ്ടിയാണ് കൂടുതലും കാണുന്നത് വരെ ഇതിലെ ഒരുപാട് കമന്റ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ട്രോൾസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് നേരെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം അവര് പ്രത്യേകിച്ച് ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു റോള് അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയെ എത്രമാത്രം നന്നായി പ്രകടനം കാണിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ആ സിനിമ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മാസം എന്താണ് റിലീസ്, ഒരു നല്ലൊരു പടം വരാനാണ് സാധ്യത കൂടുതൽ. അതിന് വിഷ്ണു വിശാലും നല്ലൊരു ആക്ടറും കൂടെയാണ്. എന്നാലും നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയായിരിക്കും പടം വരുന്നതെന്ന്.